ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 20-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. ഈ 20-ാം അധ്യായത്തിൽ 3 കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, മോശയുടെ സഹോദരിയായ മിര്യാമിൻ്റെ മരണം. 2, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചപ്പോൾ ദൈവം പറയുന്നതിനേക്കാൾ കൂടുതലായി അവിടെ പ്രവർത്തിച്ചവനായ മോശ ശിക്ഷിക്കപ്പെടുന്നു. 3, അഹ്റോൻ്റെ മരണം. ഈ 3 സംഭവങ്ങൾ ഈ 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. മോശയോട് പ്രവൃത്തികളായ മിര്യാം ഒരിക്കൽ ശിക്ഷിക്കപ്പെട്ടതു. അതിനുശേഷം പിന്നെ മിര്യാം ഒരിക്കലും മോശയ്ക്കും അഹ്റോനും എതിരായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. അതിനുശേഷം മിര്യാമിനെ ആ കാദേശ് മരുഭൂമിയിൽ വെച്ച് അവൾ മരിക്കുകയും അവിടെ സംസ്കരിക്കുകയും ചെയ്തു. അതിനുശേഷം ആ സ്ഥലത്ത് വെള്ളമില്ലാത്തൊരവസ്ഥ ജനത്തിനുണ്ടായപ്പോൾ ജനം വീണ്ടും മോശയ്ക്കും അഹ്റോൻ്റെയും അടുത്ത് വന്ന് അവർ പിറുപിറുക്കുന്നുണ്ട്. ഇതിനു മുൻപ് മരിച്ച ജനത്തോടൊപ്പം ഞങ്ങൾ മരിക്കുന്നതായിരുന്നു നല്ലത്. വെള്ളമില്ലാത്ത ഈ പ്രദേശത്ത് ഞങ്ങളെ കൊണ്ടുവന്നത് നിങ്ങൾ കൊല്ലുവാനാണോ? അനേക പ്രാവശ്യം ഈ ജനം ഇതിനു മുൻപ് ദൈവത്തോട് മോശയോട് പറഞ്ഞ് ദൈവത്തോട് മത്സരിക്കുന്നതായ കാര്യം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത് സംഭവിച്ചപ്പോൾ അഹ്റോനും മോശയും കൂടി സമാഗമന കൂടാരത്തിൽ പ്രവേശിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ളതായ വടിയെടുത്ത് പാറയുടെ അടുത്ത് ചെന്ന് നിന്ന് വെള്ളം പുറപ്പെടട്ടെ എന്ന് നീ കൽപ്പിക്കുക. അത് കേട്ടവനായ മോശ വടിയെടുത്തുകൊണ്ട് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുന്നത് കൽപ്പിക്കുന്നതിന് പകരം പാറയെ 2 പ്രാവശ്യം അടിക്കുകയും പാറയിൽ നിന്ന് വെള്ളം പൊട്ടിപ്പുറപ്പെടുകയും ജനത്തിനും മൃഗങ്ങൾക്ക് കുടിക്കുവാൻ ധാരാളം വെള്ളം അവിടെ പുറപ്പെടുകയും ചെയ്തു. പക്ഷേ യഹോവയായ ദൈവം മോശയെ ഇവിടെ ശിക്ഷിക്കുന്നതായി നമ്മൾ കാണുന്നു. ദൈവം പറയുന്നതിനേക്കാൾ ഉപരിയായി അടിക്കാൻ ദൈവം ഇവിടെ ആവശ്യപ്പെട്ടിരുന്നില്ല. കൽപ്പിക്കാൻ പറഞ്ഞെടുത്ത് അതിനേക്കാൾ ഉപരിയായി മോശ ആ ജനത്തോടുള്ള ആ ഒരു നീരസം, ഒരു പക്ഷേ അവരുടെ ആ മറുതലിപ്പിൽ അസ്വസ്ഥനായ മോശ അപ്രകാരം കൂടി ചെയ്തു. അതിൻ്റെ പ്രതിഫലമായി മോശ ഇവിടെ ശിക്ഷിക്കപ്പെടുകയാണ്. ഇതിനു മുമ്പ് മോശയോടും അഹ്റോനോടും പറഞ്ഞു, നിങ്ങൾ ഇനി ആ വാഗ്ദത്ത ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുകയില്ല. ഇതിനു മുൻപ് ഇസ്രായേൽ ജനം നമുക്കറിയാം അനേക പ്രാവശ്യം ദൈവത്തോട് പ്രവർത്തിച്ചിട്ടുണ്ട്, മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം അവരെ ഒരു പരിധി വിട്ട് ശിക്ഷിച്ചില്ല. 10ാമത്തെ പ്രാവശ്യമാണ്, 9 പ്രാവശ്യം മുമ്പ് അവർ മത്സരിച്ച് 10ാമത്തെ പ്രാവശ്യമാണ് കനാനിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവരെ ഭയപ്പെട്ട് അവിടെയുള്ള ഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായത്തെ മാനിച്ചെടുപ്പ് അവർ പ്രവേശിക്കാതെ അവർ മറ്റു വഴിയായി പോകേണ്ട സാഹചര്യമുണ്ടായത്. പക്ഷെ ദൈവം അവരോട് കോപിച്ചെങ്കിലും മോശയുടെ ആ അഭ്യർത്ഥനയെ മാനിച്ച് ദൈവം അവരെ ശിക്ഷിച്ചില്ല. കനാനിൽ പ്രവേശിക്കാൻ ആ സമയത്ത് സാധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാം മോശയുടെ പ്രാർത്ഥനയെ കേട്ടവനാണ് ദൈവം. മോശ എന്താവശ്യപ്പെട്ടോ അതൊക്കെ ദൈവം കൊടുത്തു. എന്നാൽ മോശയുടെ ഭാഗത്തും ചെറിയ വീഴ്ചയുണ്ടായപ്പോൾ ദൈവം ഇവിടെ ക്ഷമിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണത് നമ്മളെ അറിയിക്കുന്നത്? സാധാരണ ജനത്തിൻ്റെ കുറവുകളെയും ബലഹീനതകളെയും ഒക്കെ ദൈവം ക്ഷമിച്ചേക്കാം. എന്നാൽ ദൈവത്താൽ വിളിക്കപ്പെടുന്നവരും തിരഞ്ഞെടുക്കപ്പെടുന്നവരുമായ ആളുകൾ, ദൈവിക ശുശ്രൂഷയിലുള്ളവർ, അവർ പുരോഹിതന്മാരായാലും സുവിശേഷകരായാലും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ചെയ്യുന്നതായ അനീതിയെ അല്ലെങ്കിൽ അവർ കാണിക്കുന്നതായ ഒരു ചെറിയ തെറ്റിന് പോലും അവർ ദൈവസ്ഥനിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും, ശിക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. ഈ സമയത്ത് ദൈവം മോശയെ ഇവിടെ ശിക്ഷിക്കുന്നില്ല. കാരണം ജനത്തെയും കൊണ്ട് മുന്നോട്ടവൻ പോകണം.
പക്ഷേ മുന്നമേ അറിയിച്ചു, നീ വാഗ്ദത്ത ദേശത്ത് നീ പ്രവേശിക്കുകയില്ല. അഹ്റോനോടും അത് പറയുന്നുണ്ട്. അഹ്റോനും മോശയും കൂടിയാണല്ലോ അവിടെ ചെന്ന് നിന്നത്. അപ്പോൾ അഹ്റോനും ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ട സാഹചര്യം നമുക്ക് ഇനി കാണും. പ്രിയമുള്ളവരെ, നമ്മളിത് പറയണം, നമ്മളൊക്കെ ദൈവത്താൽ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. പുരോഹിതന്മാരോ സുവിശേഷകരോ മാത്രമല്ല, ക്രൈസ്തവ സമൂഹം മുഴുവനും ദൈവത്തിൻ്റെ പുരോഹിത വർഗത്തിൽപ്പെട്ടവരാണല്ലോ. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ സാധാരണ ജനങ്ങളെക്കാൾ ഉപരിയായി ദൈവം ശിക്ഷ നമുക്ക് വിധിക്കുമെന്ന കാര്യം നമ്മളിപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ശിക്ഷ പറഞ്ഞപ്പോൾ മോശ ഇവിടെ ഒരിക്കലും നിരാശപ്പെടുകയോ ദൈവത്തോട് പരാതിപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. ദൈവം എന്ത് ശിക്ഷ കൊടുത്താലും ഏറ്റുവാങ്ങുവാൻ അദ്ദേഹം തയ്യാറായി നിൽക്കുകയാണ്. അതാണ് ഒരു ദൈവപുരുഷൻ്റെ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത്. ദൈവഹിതമെങ്കിൽ മാത്രം ഞാനവിടെ പ്രവേശിച്ചാൽ മതി. ഇല്ല, ഞാൻ ഈ മരുഭൂമിയിൽ മരിക്കണമെന്നാണ് ദൈവത്തിന് ഇഷ്ടമെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ. മറിയാം മാലാഖയുടെ അറിയിപ്പുണ്ടായപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് നിറഞ്ഞപ്പോൾ മറിയം പറഞ്ഞ പ്രതിഫലം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. നമ്മുടെ കർത്താവും ഗെത്സമനായി പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ചപ്പോൾ പറഞ്ഞു, പാനപാത്രം നീങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകട്ടെ. നമുക്കറിയാം, ഇനിയും മോശയ്ക്കൊരിക്കലും അവിടെ കനാനിൽ പ്രവേശിക്കാനുള്ള അവസരം അവിടെ ലഭിക്കുന്നില്ല. എന്നാൽ മോശ കനാനിൽ പ്രവേശിച്ചു എന്ന് ഇനി 1500 വർഷങ്ങൾക്ക് ശേഷം യേശു ക്രിസ്തുവിനോടൊപ്പം താബോർ മലയിൽ, കനാൻ പ്രദേശത്ത് താബോർ മലയിൽ മോശ ദൈവത്തോടൊപ്പം അവിടെ ആയിരിക്കും നമ്മൾ കാണുന്നുണ്ട്. മോശയ്ക്കൊരു കാര്യം ഉറപ്പാണ്, ഞാനിന്ന് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും ഞാൻ എവിടെയായിരിക്കും, ഞാൻ ആ ദൈവസ്ഥനുണ്ടാകുമെന്നുള്ള വലിയ ഉറപ്പും വിശ്വാസവും മോശയ്ക്കുള്ളത് കൊണ്ടാണ് മോശയ്ക്ക് ദുഃഖമോ നിരാശയോ ഒന്നും ബാധിക്കാതെ അതിനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് പലപ്പോഴും ഈ വിശ്വാസമില്ലായ്മയാണ് നിരാശയിലേക്കും ദുഃഖത്തിലേക്കും അല്ലെങ്കിൽ ദൈവത്തോട് പോലും പിറുപിറുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, മോശ അങ്ങനെയൊരു അനുസരണക്കേട് കാണിച്ചുവെങ്കിലും അത് മുഖാന്തരം വെള്ളം പാറയിൽ നിന്ന് പുറപ്പെടാതിരുന്നില്ല. കാരണം വെള്ളം പുറപ്പെടുന്നത് ആർക്ക് വേണ്ടിയാണ്? ജനസമൂഹത്തിന് വേണ്ടിയാണ്. അവർക്ക് ഒരുപാട് അവിശ്വാസവും കുറവുകളും ബലഹീനതകളുണ്ട്. അനേക പ്രാവശ്യം അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് കാണിച്ചതാണെങ്കിലും വീണ്ടും ആ ജനം അങ്ങനെ തന്നെ ചെയ്യും. പക്ഷെ ദൈവത്തിന് അവരോട് വിരോധമില്ല. അവർക്ക് ജീവിക്കാൻ വേണ്ടി ദൈവം ആ മരുഭൂമിയിൽ വെള്ളം അവിടെ ഒഴുക്കി കൊടുത്തു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട, ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന ഒരാൾ അവൻ്റെ കുറവുകളോ ബലഹീനതകളോ ഒന്നും ശുശ്രൂഷയെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. മോശ ദൈവം പറയാതെ ആ പാറ അടിച്ചപ്പോൾ പോലും വെള്ളം അവിടെ നിന്ന് പുറപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ദൈവവും ഈ ജനവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ആ ജനത്തിൻ്റെ ആ ആവശ്യം ദൈവം അറിഞ്ഞ് അവിടെ പ്രവർത്തിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് ഇവിടെ തെറ്റ് ചെയ്ത ആ ശുശ്രൂഷകനെ ദൈവം സ്നേഹിക്കുന്നു എന്നല്ല അർത്ഥം. പലപ്പോഴും ദൈവിക ശുശ്രൂഷയുള്ള പല ആളുകളും അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ശുശ്രൂഷ ഏറ്റുവാങ്ങാൻ മടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ മടിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം അവരുടെ ഒരു കുറവും ആ ശുശ്രൂഷയെ ബാധിക്കുകയില്ല. കാരണം അത് ദൈവം കൊടുത്ത അധികാരത്തിൽ നിന്നുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. പക്ഷെ അവരുടെ ശുശ്രൂഷയെ ഒരിക്കലും അത് ബാധിക്കുന്നില്ല, അതിൻ്റെ അനുഗ്രഹത്തിനെ ഒരിക്കലും അത് ബാധിക്കുകയില്ല. പക്ഷെ അവരെ ദൈവം വെറുക്കുന്നു എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. ഇവിടെ കർത്താവ് പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. എന്നിട്ട് പറഞ്ഞു, ആ നാളിൽ കർത്താവിൻ്റെ മഹത്വപ്രതിഷ്ഠയായ ആ ദിവസം വരുമ്പോൾ പലരും എൻ്റെ അടുത്ത് എന്ന് പറയും, കർത്താവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പ്രവർത്തിച്ചു, വീര്യപ്രവൃത്തികളെ ചെയ്തു. കർത്താവ് പറഞ്ഞു, അന്ന് ഞാൻ അവരോട് തീർത്തു പറയും, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുകയെന്ന് ഞാൻ തീർത്തു പറയും. കാരണം ദൈവം പറയാതെ അവർ മുഖാന്തരം വീര്യപ്രവൃത്തികളൊക്കെ ചെയ്ത് ദൈവത്തിൻ്റെ നാമം മുഖാന്തരം സംഭവിച്ചാണ്. പക്ഷെ അവരെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇതുപോലെ ദൈവിക ശുശ്രൂഷ ഏർപ്പെട്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ആ ജനത്തിനുള്ള ഒരു അനുഗ്രഹത്തെയും അവിടെ തടസ്സപ്പെടുത്തുന്നില്ല.
എന്നുള്ളതാണ്. ഇനി അതിൻ്റെ 14 മുതൽ 21 വാക്യങ്ങൾ ഏതോ ദേശത്തുകൂടി ജനം കടന്നു പോകുമ്പോൾ മോശ ഏതോ രാജാവിനോട് രാജ്യത്തൂടെ കടന്നു പോകുവാനുള്ള അനുവാദം ചോദിക്കുന്നു. പക്ഷേ ഏതോ രാജാവ് അത് അനുവദിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ രാജവീതിയിൽ കൂടെ തന്നെ പൊക്കോളാം, നിന്റെ മുന്തിരിത്തോപ്പിലോ നിന്റെ കൃഷിസ്ഥലത്തോ ഞങ്ങളുടെ ആളുകളോ ഞങ്ങളുടെ മൃഗങ്ങളോ പ്രവേശിക്കാതെ ഞങ്ങൾ സൂക്ഷിച്ചു കൊള്ളാം. അറിയാതെ നിന്റെ ഈ രാജ്യത്തുള്ള കിണറ്റിൽ നിന്ന്, നിന്റെ പ്രദേശത്തെ കിണറ്റിൽ നിന്ന് ഞങ്ങളുടെ ആളുകളോ അല്ലെങ്കിൽ മൃഗങ്ങളോ വെള്ളം പാനം ചെയ്താൽ അതിൻ്റെ വിലയും ഞങ്ങൾ തന്നുകൊള്ളാം. അതൊക്കെ പറഞ്ഞിട്ടും ഏതോ രാജാവിലെ പോകുവാൻ അനുവദിക്കുന്നില്ല. കാരണം ജനം ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടത് അനിവാര്യമാണ്. ദൈവത്തോട് മത്സരിച്ചിട്ട് ഇതിനു മുമ്പ് കനാലിൽ പ്രവേശിക്കാനുള്ള അവസരം കൊടുത്തു. പക്ഷേ അവരത് വിശ്വസിക്കാഞ്ഞതുകൊണ്ടാണ് ഈ പ്രതിസന്ധികളൊക്കെ അവരുടെ ജീവിതത്തിൽ വീണ്ടും ഉണ്ടാവുകയാണ്. 22 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുന്ന അഹ്റോൻ്റെ മരണമാണ്. യഹോവയായ ദൈവം ഈ മോശയോടൊപ്പം ഉണ്ടായിരുന്ന അഹ്റോനും വാഗ്ദത്തനാലിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. യഹോവ പറഞ്ഞനുസരിച്ച് അഹ്റോനെ കൂട്ടിക്കൊണ്ട് ഹോർ പർവ്വതത്തിലേക്ക് കയറിപ്പോവുകയും അവിടെ വെച്ച് അഹ്റോൻ്റെ മകൻ എലിയാസാറിനെ അഹ്റോൻ്റെ മഹാപുരോഹിത വസ്ത്രം മുഴുവൻ ഊരിയും അഹ്റോന് പകരം ശുശ്രൂഷ ചെയ്യുവാൻ എലിയാസാറിനെ അവിടെ ഫലമേൽപ്പിക്കുകയും അവിടെ വെച്ച് അഹ്റോൻ മരിക്കുകയും ചെയ്യുകയാണ്. അഹ്റോൻ അവിടെ സംസ്കരിച്ചിട്ടുണ്ടാവും. നമ്മൾ വായിക്കുന്ന 30 ദിവസം ഇസ്രായേൽ ജനം അഹ്റോനെ ഓർത്ത് അവർക്ക് വിലാപം കഴിച്ചു എന്നാണ്. പൂർവ്വപിതാക്കന്മാർ ഉൽപ്പത്തി പുസ്തകം പഠിച്ച് നമ്മൾ കണ്ടു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് പിതാക്കന്മാരൊക്കെ മരിച്ചപ്പോൾ 30 ദിവസം ഇസ്രായേൽ ജനം വിലാപം കഴിച്ചു. അവരെ ഓർത്ത് അവർ ദൈവസന്നിധിയിൽ കരഞ്ഞു. അപ്പോൾ അഹ്റോനും അവർക്ക് വേണ്ടി ദൈവികമായ ശുശ്രൂഷ ചെയ്തു കൊടുത്തയാളാണ്. അഹ്റോനെ ഓർത്ത് ആ ജനം അവിടെ വിടുവിക്കുന്നതായി നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവികമായ കൽപ്പനയ്ക്ക് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ശിക്ഷ ഏറ്റുവാങ്ങുവാൻ ബാധ്യസ്ഥരാണ്. ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി വന്ന ഏകദേശം 40 വർഷത്തിനടുത്ത് ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയ മോശ 38 വർഷത്തോളം അദ്ദേഹമാണ് ജനത്തെ ഇനി വഴി നടത്തുന്നത്. 38 വർഷം കഴിയുമ്പോൾ അദ്ദേഹം ഇനി മരിക്കുന്നത് നമ്മൾ കാണും. വാഗ്ദത്ത നാട് പ്രവേശിക്കാൻ പോലും സാധിക്കുന്നില്ല. രണ്ടാമത് നമ്മൾ കണ്ടു, ആ മോശ ദൈവം പറയാതെ പ്രവർത്തിച്ച കാര്യങ്ങൾ പോലും അവിടെ അത്ഭുതങ്ങളെ അവിടെ പ്രവർത്തിക്കുന്ന പാറയിൽ നിന്ന് വെള്ളം അവിടെ പുറപ്പെടുകയാണ്. കാരണം ദൈവവും ജനവും തമ്മിലുള്ള ബന്ധം. ഈ ബന്ധങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഞാനും നിങ്ങളും സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓർത്തുകൊണ്ട് ദൈവത്തോടോ ദൈവികമായതിനോടോ മത്സരിക്കാതെ ദൈവം തരുന്ന എല്ലാ അനുഭവങ്ങളും ഭാവിയിൽ അത് അനുഗ്രഹത്തിന് മുഖാന്തരമാണ്, നന്മയ്ക്ക് മുഖാന്തരമാണെന്നുള്ള വിശ്വാസത്തോടെ യാത്ര ചെയ്യുവാൻ ദൈവമേ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വേദവായനകളും പ്രാർത്ഥനകളും ആരാധനകളും അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.